Hello everyone, welcome back to our channel A Pinch of Love by Lakshmi. ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഫൗണ്ടേഷനോ കൺസീലേഴ്സോ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിലെല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ആദ്യം യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ വിസിബിളി ഫ്ലോലെസ് സ്കിൻ മോയ്സ്ചറൈസറാണ്. ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി റിവ്യൂ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഭയങ്കര നല്ല മോയ്സ്ചറൈസർ ഒന്നുമല്ല, പക്ഷേ ഓക്കെ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫേസിലും കഴുത്തിലും എല്ലായിടത്തും നന്നായി പുരട്ടിയ ശേഷം ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഡെയിലി കുളിയൊക്കെ കഴിയുമ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടെ ഫേസിൽ പുരട്ടുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതിരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഫൗണ്ടേഷൻസോ കൺസീലേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഓൾ ഇൻ വൺ BB+ ഫെയർനെസ് ക്രീം ആണ്. ഇത് അത്യാവശ്യം ഫേസിന് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാടുകളൊക്കെ മറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഫൗണ്ടേഷൻ്റെ അത്രേ ടൈം റേഞ്ചൊന്നും നമുക്ക് തരില്ല. പക്ഷേ ബിഗിനേഴ്സിനോ അല്ലെങ്കിൽ ചെറിയ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ പോൺസ് ഇത് യൂസ് ചെയ്യാം. ഇത് നല്ല ഒരു ബിഗിനേഴ്സിന് നല്ലൊരു ക്രീമാണിത്. ഒരു ഫൗണ്ടേഷൻസ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഫേസിൽ എല്ലായിടത്തും പുരട്ടി കൊടുക്കാം. ബ്രഷുള്ളവർക്ക് ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ മേക്കപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആകെ ഒരു ഫൗണ്ടേഷൻസേ ഒരിക്കലും വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ അത് വാങ്ങിച്ചിട്ട് പോലും എൻ്റെ സ്കിന്നിന് നമ്മളത് പുരട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോലെ എൻ്റെ നോർമൽ സ്കിൻ ടോണിനേക്കാളും കുറഞ്ഞു അത് ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട്. സോ എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഞാൻ അതൊക്കെ ഇടുന്നേക്കാളും ഭേദം ജസ്റ്റ് സിമ്പിളായിട്ട് മേക്കപ്പ് ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ നോർമലി ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ വൈറ്റ് സൂപ്പർ ഫ്രഷ് കോമ്പാക്ട് പൗഡറാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ നോർമൽ പൗഡറിന് പകരം ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ അങ്ങനെ അധികം നമ്മുടെ ഫേസ് സ്വെറ്റ് ആവുകയോ അങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഈ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു ലൈറ്റനിങ് പോലെ തരും. പക്ഷെ എന്നാലും നമുക്ക് മേക്കപ്പ് ഇട്ട ഒരു ഫീലിങ്ങും നമ്മുടെ ഫേസിന് തോന്നിക്കില്ല. പൗഡർ നമ്മുടെ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെയും നമ്മുടെ നെക്കിൻ്റെയും കളർ രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ അടുത്തത് വാസ്ലിൻ എൻ്റെ ലിപ്പിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണ്. പിന്നെ എനിക്കൊരു നക്കുന്നൊരു ശീലം കൂടി ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ലിപ്പ് പെട്ടെന്ന് അങ്ങോട്ട് കറക്കും. അതുപോലെ തന്നെ ഇത്തിരി എൻ്റെ പുരുകത്തിലും പറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഹെയർ ഇത്തിരി തിക്കായിട്ടുള്ളൊരു ഹെയറാണ് എൻ്റേത്. അപ്പോൾ അത് പുരട്ടി കൊടുത്താൽ അത് ഇങ്ങനെ അനങ്ങാണ്ട് ഇരുന്നോളും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മാറ്റേ ഹ്യൂഡ ബ്യൂട്ടിയുടെ ഐലൈനറാണ്. ഇത് ആക്ച്വലി നമ്മുടെ കണ്ണിൽ പുരട്ടേണ്ട ഐലൈനറാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സ്മഡ്ജ് ചെയ്യുകയും ഒട്ടും ലാസ്റ്റിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുരികം ഒന്ന് ഷേപ്പ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ണിൽ യൂസ് ചെയ്യാറേ ഇല്ല. എൻ്റെ ഐബ്രോസിന് നാച്ചുറലായിട്ടൊരു ഡാർക്ക് കളർ ഉള്ളത് കൊണ്ട് ഞാൻ അധികം അങ്ങനെ ഐബ്രോ ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ.
നമ്മളെപ്പോഴും ഐബ്രോസ് എഴുതുമ്പോൾ നമ്മുടെ മിഡിൽ പോർഷൻസിലാണ് നമ്മൾ നന്നായിട്ട് ഡാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഫ്രണ്ട് ഐബ്രോസ് തുടങ്ങുന്ന ഫ്രണ്ടിൽ നമ്മൾ ഡാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പിരികം എഴുതി വച്ചിരിക്കുന്ന പോലെ തോന്നും. നമ്മളെപ്പോഴും ആ ഒരു മിഡിൽ പൊസിഷനിലാണ് ശരിക്കും ഡാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രം മതി. നമ്മുടെ എൻഡിലേക്കൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് റോസ്ബെല്ലയുടെ ഐഷാഡോ ആണ്. ഇത് ഞാനിവിടെ അടുത്തൊരു ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് പക്ഷേ നാട്ടിൽ ഞാൻ ആമസോണിലൊന്നും നോക്കിയിട്ട് ഞാനിത് കണ്ടില്ല. ഞാനിവിടെ സ്മോക്കി ഐസ് ആണ് ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് സ്മോക്കി ഐസ്. സോ ഐ ഷാഡോ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്മോക്കി ഐസ് ചെയ്യാൻ പറ്റും. അതല്ല ഐ ഷാഡോ ഇല്ല എന്നുള്ളവർക്ക് നമ്മുടെ ഏത് കാജൽ, ലാക്മേയുടെയോ ഏത് കാജൽ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇയർബഡ്സ് ഉപയോഗിച്ച് ജസ്റ്റ് സ്മഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല സ്മോക്കി ഐസ് നമുക്ക് കിട്ടും. നമുക്ക് ലൈറ്റായിട്ട് മതി സ്മോക്കി ഐസ് എങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നല്ല ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് നല്ല ഡാർക്ക്നെസ് കൂട്ടാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ പെൻസിലാണ് കണ്ണെഴുതാനായിട്ട്. സോ ഞാൻ ജസ്റ്റ് താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് സ്മഡ്ജും കൂടി ചെയ്യാനാണ് ഇങ്ങനെ കട്ടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്മോക്കി ഐസ് ആയതുകൊണ്ട് താഴെയും കൂടി ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാക്കും നമ്മുടെ കണ്ണിന്. ഐലൈനറിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മേബിലിൻ്റെ ഹൈപ്പർ ഗ്ലോസി ലിക്വിഡ് ലൈനറാണ്. ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന വാട്ടർ പ്രൂഫായ ഒരു ഐലൈനറാണ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ വാല എഴുതുമ്പോൾ അതിൻ്റെ അറ്റം നല്ല ഷാർപ്പായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നല്ലൊരു ഭംഗിയാവും. അതിൻ്റെ അറ്റം ഷാർപ്പായിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിലും കൂടി കുറച്ചൊന്ന് പോയിൻ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ലാക്മേയുടെ 9 to 5 വെയ്റ്റ്ലെസ് മാറ്റേ മൂസ് ലിപ്പ് ആൻഡ് ചീക്ക് കളറാണ്. ഇതിൻ്റെ കളർ വരുന്നത് ബ്രിക്ക് ബ്ലൂം എന്ന കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു മാറ്റേ ലുക്കാണ് ഇതിന്, ഗ്ലോസി ആയിട്ടുള്ളതല്ല, ഒരു മാറ്റേ ലുക്കുള്ള ലിപ്സ്റ്റിക്കാണിത്. ഇനി ഒരു റെഡ് പൊട്ടും കൂടി ഇട്ടാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. മറ്റെന്ത് കളറിനേക്കാളും ഒരു റെഡ് കളർ പൊട്ട് ശരിക്കും നമ്മുടെ ഫേസിന് നല്ലൊരു ഭംഗി ഉണ്ടാക്കുന്ന ഒന്നാണ്. സോ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ ഫൗണ്ടേഷൻസോ കൺസീലേഴ്സോ ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ട് ഭംഗിയായിട്ട് എളുപ്പത്തിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.